ഹലോ എവ്രി വൺ, എല്ലാവർക്കും ഷിജിലീസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് ബ്രെഡ് വെച്ചിട്ട് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാനും പറ്റും, എന്നാൽ നല്ല കിടിലൻ ടേസ്റ്റ് ഉള്ള ഒരു റെസിപ്പിയാണ്. ഇനി ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. സാധാരണ വൈറ്റ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അത് 4 പീസ് എടുത്തിട്ടുണ്ട്. അത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത് വെക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് മുട്ടയാണ്. ഞാനിവിടെ 3 മുട്ട എടുക്കുന്നുണ്ട്. ഞാനിവിടെ എടുത്തിരുന്നത് 4 സ്ലൈസ് ബ്രെഡാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ പറയുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1 നുള്ളു മഞ്ഞൾപ്പൊടിയും പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി അല്ലെങ്കിൽ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്, നല്ല ഫ്രഷായിട്ട് പൊടിച്ച ഗരം മസാല അത് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 നുള്ളു കുരുമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഞാനിതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ അല്ലെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഓയിൽ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയൊരു സവോളയും നല്ല എരിവുള്ള ഒരു പച്ചമുളകുമാണ് എടുത്തിരിക്കുന്നത്. സവോള നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ലൈറ്റായിട്ടൊന്ന് വാടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് തക്കാളി ചേർക്കാം. ഇതിലേക്ക് ഒരു ചെറിയ തക്കാളിയുടെ പകുതി നല്ല പൊടിയായിട്ട് അരിഞ്ഞിട്ട് അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ സമയത്ത് ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഓൾറെഡി മുട്ടയിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ സവോളയും തക്കാളിയൊക്കെ അത്യാവശ്യം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുട്ട മിക്സ് ചെയ്ത് വെച്ചിരുന്നത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മുട്ടയുടെ മിക്സ് ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ നമ്മൾ ചെറുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ സ്ലൈസസ് അല്ലേ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ബ്രെഡും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കുക. മുട്ടയും സവോളയുടെ ആ മിക്സും ഒക്കെ നന്നായിട്ട് ബ്രെഡിലേക്ക് കോട്ടാവുന്ന രീതിയിൽ പെട്ടെന്ന് തന്നെ ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് യോജിപ്പിക്കുക. തീ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. 1-2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഈ ചേർത്ത് കൊടുത്ത മുട്ടയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ബ്രെഡൊക്കെ നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഇനി ഇതുപോലെ തവി കൊണ്ടിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. എല്ലാം ഒന്ന് ചേർന്ന് യോജിച്ച് വരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മുടെ കൊത്തു ബ്രെഡ് കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയോ കറിവേപ്പിലയോ ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബ്രെഡും മുട്ട ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. സ്നാക്കായിട്ടോ അതല്ല ഡിന്നറായിട്ടോ ഒക്കെ ഇത് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാനായിട്ട് മറക്കരുത്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.